ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഒരു അടയുടെ റെസിപ്പിയാണ്. ഇലയട എന്ന് പറയും. ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. അതിന് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് പത്തിരിപ്പൊടിയാണ് എടുക്കുന്നത്. ആമീസ് പത്തിരിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത്. ഇതാകുമ്പോൾ പച്ച വെള്ളത്തിൽ കുഴച്ചാൽ മതി. മറ്റുള്ളതെല്ലാകുമ്പോൾ ചൂടുവെള്ളത്തിലും തിളച്ച വെള്ളത്തിലെല്ലാം കുഴക്കാൻ നിൽക്കണം. ഇതാകുമ്പോൾ എളുപ്പമാണ്. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള അരിപ്പൊടി എടുക്കുക. എന്നിട്ട് ഉപ്പും ചേർത്ത് ഇതുപോലെ കുഴച്ച് വെക്കുക. വെള്ളം നോക്കി ഒഴിച്ചിട്ട് കുഴച്ചാൽ മതി കേട്ടോ. പിന്നെ കുറച്ച് കടലപ്പരിപ്പ് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കുക. ഞാൻ ഒരു തേങ്ങയാട്ടം എടുക്കുന്നത്. അപ്പോൾ 10 മിനിറ്റ് കടലപ്പരിപ്പ് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ കുതിരും. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അല്ലെങ്കിൽ കുറേ സമയം എടുക്കുമല്ലോ. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇലയാട്ടാ. ഇല കഴുകി വൃത്തിയാക്കി വാട്ടിയിട്ട്, അതായത് തീയിൽ ചൂടാക്കിയിട്ട് കൊണ്ടുവന്ന ഇല പൊട്ടിപ്പോകുന്നതുകൊണ്ട് ഇനി ആവശ്യത്തിനുള്ള ഇലയും കട്ട് ചെയ്ത് വെച്ച് അടുത്ത സ്റ്റെപ്പ് നോക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ കളറ് കറുത്ത കളറാണെന്നില്ല. നിങ്ങൾ വിചാരിക്കുന്നത് ഇല എന്താ ഇങ്ങനത്തെ കളർ എന്ന് വിചാരിക്കേണ്ട. അതുകൊണ്ടാണ് പറഞ്ഞു തന്നത്. ഇനി നമുക്ക് തേങ്ങാപ്പണ്ട് ഉണ്ടാക്കാം. അതിന് ഞാൻ ഒരു സ്പൂൺ RKG എടുത്തിട്ടുണ്ട്. RKG ചൂടായി കഴിഞ്ഞാൽ ഇതിലോട്ട് നമുക്ക് കുറച്ച് മുന്തിരി അങ്ങിട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇടാം കേട്ടോ. മുന്തിരി ഒന്ന് പൊങ്ങി വരുമ്പോൾ ഞാനിപ്പോൾ ഒരു തേങ്ങയാട്ടം എടുക്കുന്ന ഒരു തേങ്ങ മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ തേങ്ങയുടെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടിട്ട് നോക്കുക. നിങ്ങൾക്ക് മധുരം വേണോ വേണ്ടതെന്ന് അതനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഓരോരാൾക്ക് ചിലർക്ക് മധുരം കുറവ് മതി, ചിലർക്ക് മധുരം കൂടുതൽ വേണം. പിന്നെ അടുത്തതിൽ ഞാൻ കടലപ്പരിപ്പ് വേവിക്കാൻ വെക്കുന്നുണ്ട് കുക്കറിൽ. അപ്പോൾ ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അധികം വെന്തുടയരുത് കേട്ടോ, കടിക്കണം അത്. ഇനി ഈ തേങ്ങ പണ്ട് ഉണ്ടാക്കുമ്പോൾ വലിയ തീയിലിട്ടിട്ട് ഇതാക്കരുത് കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് ആക്കരുത്, അതിലേക്ക് കരിഞ്ഞു പോകും തേങ്ങ. ഫുൾ തീയിലിടുമ്പോൾ അപ്പോൾ വളരെ ചെറിയ തീയിലിട്ടിട്ട് വേണം ഉണ്ടാക്കാൻ കേട്ടോ. ചില പാത്രം കട്ടിയും കുറവായിരിക്കും. അപ്പോൾ കടലപ്പരിപ്പ് വെന്ത് ഇനി ഇതിലോട്ടേക്ക് അങ്ങ് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി വേണം. അപ്പോൾ ഏലക്കാപ്പൊടി തീർന്നു. ഇപ്പോൾ ഏലക്കായ എപ്പോൾ തന്നെ പൊടിച്ചു. ഇനി ഒരു നുള്ളി ഏലക്കാപ്പൊടി ഇട്ട് ഏലക്കാപ്പൊടി ഇടണം, എന്നാൽ അതിൻ്റെ മണം അങ്ങ് വരുള്ളൂ. ഉണ്ടാ ഏലക്കാപ്പൊടി ഇട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അട പരത്തിയെടുക്കാം. ഇനി നമുക്ക് നമ്മളെ ഇഷ്ടമുള്ള വലിപ്പത്തിന് എത്രയാണോ വലിപ്പം അതനുസരിച്ചിട്ടുള്ള മാവ് എടുത്തിട്ട് ഇതുപോലെ ആക്കുക. എന്നിട്ട് ഒരു സ്പൂണ് നമുക്ക് ഇതിലോട്ടേക്ക് പണ്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വലിയ അടവാണെങ്കിൽ വലുതാക്കി പരത്താം, ചെറുത് മതിയെങ്കിൽ ചെറുതാക്കി പരത്താം. ഞാനിപ്പോൾ ഈ സൈസാണ് എടുത്തേക്ക് ഒരു സ്പൂൺ ഇതുപോലെ ഇട്ട് കൊടുക്കുക. എല്ലാം ഉണ്ടാക്കി ഒരു 15 മിനിറ്റ് ഇത് വേവിച്ചെടുക്കണം കേട്ടോ. പെട്ടെന്ന് വേവ്, ഒത്തിരി വേവൊന്നുമില്ല. എല്ലാം ഇതുപോലെ പരത്തിയെടുക്കുക. എന്നിട്ട് ആവിയിൽ വേവിച്ചെടുക്കുക കേട്ടോ. അത് ആവിയിൽ വേവിക്കുന്ന ഏത് പാത്രമാണോ അതനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അറിയാത്തവരട്ടോ, ഇതെല്ലാവർക്കും അറിയുന്നൊരു സംഭവമാണ്, എന്നാലും ഞാൻ പറയാം. അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ കുക്കറിലാണ് വെക്കുന്നത്. കുക്കറിൻ്റെ അടപ്പ് ഇടൂല കേട്ടോ, അടപ്പ് വേറെ ഇടാൻ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയാം, പക്ഷേ എന്നാലും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്ക്. ഞാൻ ഇതുപോലെ കേട്ടോ കുക്കറിൽ വേവിച്ചെടുക്കുന്നത്. അപ്പം അട റെഡിയായി. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്. നമ്മളെ നാട്ടിൽ പല്ല് വന്നാലേ ഈ അട ഉണ്ടാക്കുക. കുഞ്ഞു കുട്ടിയൊക്കെ പല്ല് വരുമല്ലോ, പല്ല് വരുമ്പോഴാണ് ഇതുണ്ടാക്കുക. പല്ലട എന്ന് പറയും.